ഒരു പോസ്റ്റർ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുക, അത് എന്നിട്ട് ആഡ് റൺ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സ് കിട്ടുന്നത് മാത്രമാണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? എന്നാലല്ല. വെൽക്കം ടു ഡേ 8 ഓഫ് ലേണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ റീൽസ്. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിൽ ആഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഫണലിലൂടെ വേണം നമ്മുടെ എല്ലാ ക്യാമ്പയിൻസും മൂവ് ചെയ്യാനായിട്ട്. ഈ ഫണലിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണാൻ പറ്റും. ടോപ്പ് ഓഫ് ദ ഫണൽ, മിഡിൽ ഓഫ് ദ ഫണൽ, ബോട്ടം ഓഫ് ദ ഫണൽ. ഇതിൽ ടോപ്പ് ഓഫ് ദ ഫണലിലാണ് നമ്മൾ മാർക്കറ്റിലുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നത്. അതായത് വി എക്സിസ്റ്റ് ഹിയർ എന്നുള്ള തരത്തിലുള്ള ആഡുകളാണ് പോകേണ്ടത്. നമ്മുടെ ലോഗോ, കളേഴ്സ്, ബ്രാൻഡിങ്, ഈ കാര്യങ്ങളെല്ലാം എടുത്തു കാണിക്കുന്ന ആഡുകളായിരിക്കും ടോപ്പ് ഓഫ് ദ ഫണലിൽ ആദ്യം പോകേണ്ടത്. മിഡിൽ ഓഫ് ദ ഫണലിലാണ് നമ്മൾ എന്തുകൊണ്ട് അവർ നമ്മളെ ചൂസ് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള ആഡുകൾ പോകേണ്ടത്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സുപ്പീരിയോറിറ്റി, ടെസ്റ്റിമോണിയൽസ്, ഓഫേഴ്സ്, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മുടെ മിഡിൽ ഓഫ് ദ ഫണലിൽ മെയിനായിട്ട് പോകുന്നുണ്ടാവുക. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കോ വെബ്സൈറ്റിൻ്റെ പ്രൊഡക്റ്റ് പേജിലേക്കോ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇൻട്രസ്റ്റ്, അതുപോലെ അവരുടെ ക്യൂരിയോസിറ്റി, അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ഈ മിഡിൽ ഓഫ് ദ ഫണലിലാണ്. ഈ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ബോട്ടം ഓഫ് ദ ഫണലിലേക്ക് കടക്കുന്നത്. കൺവേർഷൻ നടക്കുന്നത് ഈ ബോട്ടം ഓഫ് ദ ഫണലിലാണ്. ഇപ്പോൾ ഈ ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രൈസ്, ഓഫേഴ്സ്, മുമ്പ് വാങ്ങിയ കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റിമോണിയൽസ്, ഇതെല്ലാം കാണിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഡിസിഷൻ ഈസിയർ ആക്കുക എന്നുള്ളതാണ് ബോട്ടം ഓഫ് ദ ഫണലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫണലിന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് യൂഷ്വലി ഐഡ ഫണൽ എന്നാണ് പറയാറ്. അതായത് അവയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസിഷൻ, ആക്ഷൻ. ഈ ഒരു ഫണലിലൂടെയാണ് നമ്മളെ കസ്റ്റമേഴ്സിനെ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായ ആക്ഷനിൽ അവർ ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഒരു പുഷും കൂടി കൊടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ CTA എന്ന് പറയും. എന്താണ് CTA എന്നും അതിൻ്റെ ഡീറ്റെയിൽസും നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും.